ഹലോ ഗൈസ്, ഹായ്. 2017 അപ്ഡേഷനിൽ വന്ന ലൂക്ക് 200ൻ്റെ കുറച്ച് മാറ്റങ്ങളും അതുപോലെ തന്നെ മെയിൻ്റെനൻസ് കാര്യങ്ങളും ഒരു ഇച്ചിരി റിവ്യൂ ഇടാനായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലെത്തുന്നത്. ഇപ്പോൾ എടുത്തു പറയേണ്ടതൊക്കെ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും വണ്ടിയിൽ വന്നിട്ടില്ല. ഇപ്പം കുറച്ച് ഗ്രാഫിക്സിൻ്റെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ എൻജിൻ പരം നോക്കുകയാണെങ്കിൽ പഴയ വണ്ടി അപേക്ഷിച്ച് ഇപ്പം BS4 ആണ്. കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതൽ ഇപ്പോൾ എല്ലാ വണ്ടിയും BS4 ആയിട്ടാണ് ഇറങ്ങുന്നത്. ഇപ്പോൾ ലുക്ക് വൈസ് നോക്കാനാണെങ്കിൽ തന്നെ ഈ സെഗ്മെൻറ്റിലെ ബെസ്റ്റ് സ്ട്രീറ്റ് ഫൈറ്റർ ലുക്കർ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ലുക്ക് വൈസ് നോക്കാനാണെങ്കിൽ തന്നെ ഈ സെഗ്മെൻറ്റിൽ തന്നെ ഒരു രക്ഷയില്ലാത്ത സ്ട്രീറ്റ് ഫൈറ്റർ ലുക്കാണ് വണ്ടിക്ക് വരുന്നത്. ഇപ്പം ഡ്യൂക്ക് 200 എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഈ സെഗ്മെൻറ്റിലെ നമ്പർ 1 പവർഫുൾ എഞ്ചിനാണ് വണ്ടിയിൽ വരുന്നത്. ഇപ്പോൾ അത്യാവശ്യം ഇനീഷ്യൽ പവറും അതുപോലെ തന്നെ ടോർക്കും വണ്ടിയിൽ വരുന്നുണ്ട്. ഇപ്പോൾ ലൈറ്റ് വെയിറ്റ് കൊണ്ട് തന്നെ വണ്ടിയുടെ ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ ഒന്നും കൂടെ മികച്ച ആക്സിലറേഷനാണ് വണ്ടിക്ക് വരുന്നത്. ഇപ്പോൾ 2017 മുതലുള്ള ഡ്യൂക്ക് 200 BS4 ആയതുകൊണ്ട് തന്നെ 5 കിലോ കൂടുതലാണ് വണ്ടിക്ക് വരുന്നത്. എന്നിരുന്നാലും 5 കിലോ കൂടുന്നതിൻ്റെ ഒരു പെർഫോമൻസ് മാറ്റം വണ്ടിയിൽ കാണാൻ സാധിക്കത്തില്ല. പഴയ പോലത്തെ ഒരു പിക്കപ്പ് കാര്യങ്ങളാണ് വണ്ടിക്ക് വരുന്നത്. ഡ്യൂക്ക് 200 നമുക്ക് വേണമെങ്കിൽ ഈ സെഗ്മെൻറ്റിൽ കിങ് എന്ന് വേണമെങ്കിൽ പറയാം. അത്യാവശ്യം ഇനീഷ്യൽ പവറും കാര്യങ്ങളൊക്കെ ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതലുള്ള വണ്ടിയാണ് ഡ്യൂക്ക് 200. പിന്നെ ഈ സെഗ്മെൻറ്റിലുള്ള ഒട്ടുമിക്ക വണ്ടിയും ഡ്രാഗ് റേസിൽ ഈ വണ്ടിയായിട്ട് ജയിച്ചിട്ടുള്ള ചരിത്രമില്ല. ഇപ്പം ടോപ്പ് എൻഡിലാണ് NS കയറിപ്പോകും. ഇപ്പം KTM ആണ് ആദ്യമായിട്ട് അണ്ടർവെല്ലി എക്സോസ് ഇന്ത്യയിലോട്ട് കൊണ്ടുവരുന്നത്. ഇപ്പോൾ 2016 വരെ നമുക്ക് 390 മാത്രമായിരുന്നു ഓറഞ്ച് അലോയ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ 2017 അപ്ഡേഷനിൽ നമുക്കിപ്പോൾ ഓറഞ്ച് അലോയ് 200 കിട്ടുന്നതായിരിക്കും. ഇപ്പം 150cc ബൈക്കിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യുന്നവരാണെങ്കിലും അതുപോലെ തന്നെ പുതിയ വണ്ടി നോക്കുന്നവരാണെങ്കിലും ഡ്യൂക്ക് 200 ഒരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ്. ഇപ്പോൾ ആദ്യമായിട്ട് ബൈക്ക് എടുക്കുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ വണ്ടി ഓടിച്ച് റൈഡിങ് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രമേ ഈ വണ്ടി എടുക്കാറുള്ളൂ. ഇപ്പം കാരണം എന്താ വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം ഇനീഷ്യൽ പവറും പുള്ളിങ്ങും ഉള്ള വണ്ടിയാണിത്. അതുകൊണ്ട് തന്നെ തുടക്കക്കാർ അത്യാവശ്യം വണ്ടി ഓടിച്ച് കൈ തെളിഞ്ഞതിന് ശേഷം വണ്ടി എടുക്കാവുള്ളൂ. ഇപ്പം നമുക്ക് വണ്ടിയുടെ എഞ്ചിൻ നോക്കുവാണെങ്കിൽ നമുക്ക് 200cc എഞ്ചിനാണ് വണ്ടിയിൽ വരുന്നത്. അതുപോലെ തന്നെ 24.6 bhp ആണ് 10,000 RPM കിട്ടുക. പിന്നെ ടോർക്ക് പറയുകയാണെങ്കിൽ ടോർക്ക് 19.2 ടോർക്കും നമുക്ക് 8,000 RPM കിട്ടും. പിന്നെ വണ്ടിയുടെ സീറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റിയുള്ള സ്പ്ലിറ്റ് സീറ്റാണ് വണ്ടിയിൽ വരുന്നത്. റൈഡറിനായാലും പില്ലിനായാലും ഒരുപോലെ നമുക്ക് കംഫർട്ട് കിട്ടും. ഫ്രണ്ടിലത്തെ സസ്പെൻഷൻ വരുമ്പം അപ്പ് ഡൗൺ ഫോക്സ് ആണ് വണ്ടിയിൽ വരുന്നത്, USD ഫോക്സ്. ഇപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് KTM ആണ് ഈ സസ്പെൻഷൻ. ഇപ്പം ബാക്കിലേക്ക് പോകണമെങ്കിൽ നമുക്ക് WVPയുടെ മോണോഷോക്ക് സസ്പെൻഷനാണ് കാണാൻ സാധിക്കുക. ഇപ്പം ബ്രേക്കിങ്ങിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഫ്രണ്ടിൽ വരുമ്പം 300 mm ഡിസ്ക് ബ്രേക്കും അതുപോലെ തന്നെ ബാക്കിൽ വരുമ്പം 230 ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. ഇപ്പം ബ്രേക്കിങ്ങിൻ്റെ എനിക്ക് വലിയ സീനൊന്നും തോന്നിയില്ലെങ്കിലും ABSൻ്റെ കുറവ് ഈ വണ്ടി ശരിക്കും അലട്ടുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അപ്പാച്ചിക്കായാലും അതുപോലെ തന്നെ NSലായാലും ABS വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 2019 തന്നെ 150cc മുകളിലുള്ള വണ്ടിക്കെല്ലാം ABS വരുമെന്നാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു മുന്നറിയിപ്പ്. അടുത്ത വർഷം നമുക്ക് ചിലപ്പം ഡ്യൂക്ക് 200 നമുക്ക് ABS കാണാൻ സാധിക്കും. ഇപ്പോൾ NS 200 ഒരുപാട് പാർട്സ് ഈ വണ്ടി ഷെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വണ്ടിയുടെ സ്വിച്ചസ് വരുന്നത് പൾസറിൽ കാണുന്ന അതേ സ്വിച്ചാണ് നമുക്ക് ഈ വണ്ടിയിലും കാണുന്നത്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള സ്വിച്ചൊക്കെ തന്നെയാണ്. എന്നിരുന്നാലും മഴ പെയ്യുമ്പോൾ നമുക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഈ വണ്ടിയുടെ മീറ്ററിലേക്ക് പോകണമെങ്കിൽ വണ്ടിയുടെ A to Z കാര്യങ്ങളിൽ മീറ്ററിലുണ്ട്. ഇപ്പോൾ NS 200 RS 200 ഒരുപാട് അഡ്വാൻസ്ഡായിട്ടുള്ള ഫീച്ചേഴ്സാണ് ഈ ഡ്യൂക്ക് 200 മീറ്ററിൽ വരുന്നത്. ഈ വണ്ടിയുടെ മീറ്റർ കൺസോളിനെയും അതുപോലെ തന്നെ വണ്ടിയുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളും ബേസിക് കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വണ്ടിയുടെ എക്സിക്യൂട്ടീവിനെ പരിചയപ്പെടാം. ഇത് നമുക്ക് ബ്രേക്സ് ആകുമ്പോഴത്തേനും ഫ്രണ്ട് 300 mm ആയിരിക്കും ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് വരുന്നത്. ബാക്ക് 230 mm ആയിരിക്കും ഡിസ്ക് വരുന്നത്. അത് ബൈബ്രയുടെ ബ്രാൻഡായിരിക്കും വരുന്നത് നമുക്ക് വരുന്നത്. ബാക്ക് പിന്നെ WPയുടെ മോണോഷോക്ക് ആയിരിക്കും. അത് പ്രീലോഡ് അഡ്ജസ്റ്റബിൾ ആയിരിക്കും. ഫ്രണ്ടും WPയുടെ തന്നെ അപ്സൈഡ് ഡൗൺ ഫോർക്ക് ആയിരിക്കും വരുന്നത്. മെയിനായിട്ട് അപ്സൈഡ് ഡൗൺ ഫോർക്ക് മറ്റൊക്കെ ആകുമ്പോൾ ടെലിസ്കോപ്പിക് ആയിരിക്കും. നമുക്ക് അപ്സൈഡ് ഡൗൺ ഫോർക്ക് ആയിരിക്കും വരുന്നത്. ഇത്ര നമുക്കിപ്പോൾ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ബേസിക് യൂസറൊക്കെ ആണെങ്കിൽ നമുക്കൊരു 16,000 കിലോമീറ്റർ വരെയൊക്കെ നമുക്ക് കിട്ടും. ഇപ്പോൾ നമ്മൾ റഷായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ 12,000 11,000 ആ റേഞ്ചൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. ഫ്രണ്ട് ടവർ ആകുമ്പോഴത്തേനും നമുക്കൊരു 110 ആയിരിക്കും സൈസ് പറഞ്ഞാൽ 110 ഇതായിരിക്കും വരുന്നത്. മൈലേജ് നമ്മൾ സിറ്റിയിലൊക്കെ ആണെങ്കിൽ 35-36 ആ റേഞ്ച് അറൗണ്ട് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഹൈവേസിൽ 41-42 വരെ കസ്റ്റമർ ഫീഡ്ബാക്ക് നമുക്ക് കിട്ടും. മീറ്ററിലാകുമ്പോഴത്തേനും നമുക്ക് ഇത് നമ്മുടെ RPM മീറ്റർ വരുന്നത്, ഗിയർ ഇൻഡിക്കേറ്റർ, സ്പീഡോമീറ്റർ, ഈ ട്രിപ്പ് F എന്ന് കാണിക്കുന്ന ലോ ഫ്യൂലിൽ കയറി കഴിയുമ്പോഴത്തുള്ള ട്രിപ്പായിരിക്കും. ഇതിൽ മാക്സിമം നമ്മളൊരു 45 to 50 കിലോമീറ്റർ വരെ മാക്സിമം പോകും. ഇത് ടോട്ടൽ ഓടിയിരിക്കുന്ന കിലോമീറ്റർ. ഇത് ട്രിപ്പ് 1, ട്രിപ്പ് 2. പിന്നെ വണ്ടിക്ക് എന്തെങ്കിലും ഹസാർഡോ എന്തെങ്കിലും വാണിങ്സോ സംഭവങ്ങളുണ്ടെങ്കിൽ ലൈറ്റ് എഴുതി തെളിഞ്ഞ് കിടന്നോളും. മീൻസ് ഇത് ഹസാർഡ് ലാമ്പ് ആയിരിക്കും. ഇതിപ്പോൾ നമ്മുടെ സൈഡ് സ്റ്റാൻഡ് ഓണാണ്.
പിന്നെ ലോ ഫ്യൂൽ ലെവലുമാണ്, അതുകൊണ്ടാണ് തെളിഞ്ഞ് കിടക്കുന്നത്. പിന്നെ ഇത് കാണിക്കുന്ന ബാലൻസ് പെട്രോൾ കൊണ്ട് എന്തോരം പോകുന്നു. ഇത് ടോട്ടൽ നമ്മൾ ലാസ്റ്റ് ഇഗ്നിഷൻ ഓൺ ചെയ്ത് ഓഫ് ചെയ്തിട്ട് മീൻസ് എന്തോരം ട്രാവൽ ചെയ്യാൻ ആവറേജ് ടൈം ആയിരിക്കും കാണിക്കുന്നത്. ഇത് ആവറേജ് സ്പീഡ്, ഇത് 100 കിലോമീറ്റർ ഓടാൻ എത്ര ലിറ്റർ പെട്രോൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന്. ഇത് മൈലേജ് കാണിക്കുന്നത്, 1 ലിറ്ററിന് എത്ര കിലോമീറ്റർ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് ടൈം ആയിരിക്കും. ഇത് നമ്മുടെ വണ്ടിയുടെ ടെമ്പറേച്ചർ ഗേജ് ആയിരിക്കും വരുന്നത്. ഇത് നമ്മുടെ ഫ്യൂൽ ഗേജ് വരുന്നത്. പിന്നെ ഇതാകുമ്പോൾ നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെ, പിന്നെ ഇത് എഞ്ചിൻ്റെ ആയിരിക്കും, എഞ്ചിൻ മാൽ ഫങ്ഷൻ്റെ ആയിരിക്കും. എന്നുമായിരിക്കും വണ്ടി ഓണായ ഉടനെ തന്നെ ഇത് പൊക്കോളും. മേ ബി വണ്ടിക്ക് എന്തെങ്കിലും എറർ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ സിമ്പിൾ തെളിഞ്ഞ് കിടക്കും, വീണ്ടും ബ്ലിങ്ക് ചെയ്ത് കിടക്കും. ഇത് ഷിഫ്റ്റ് RPM ആയിരിക്കും. ഓരോ ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ട ലിമിറ്റ് ആയിരിക്കും. 7500 നോർമലി വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ന്യൂട്രൽ, ഇത് ഹൈ ലിമിറ്റ് ആയിരിക്കും വരുന്നത്. വണ്ടിയുടെ മെയിൻ്റെനൻസ് നമുക്ക് മെയിൻ്റെനൻസ് കോസ്റ്റ് ഈ 200 സീരീസിൽ വരാൻ നേരം നമുക്ക് കുറവായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് സർവീസ് തന്നെ ഒരു 1000 കിലോമീറ്ററിലേ വരുന്നുള്ളൂ. അതാകുമ്പോൾ നമുക്ക് മോട്ടോയുടെ ഫുള്ളി സിന്തറ്റിക് എഞ്ചിൻ ഓയിലായിരിക്കും യൂസ് ചെയ്യുന്നത്. ഒരു 1300 1400 ആ റേഞ്ച് അറൗണ്ട് മൊത്തം ആവുന്നുള്ളൂ. സെക്കൻഡ് സർവീസ് ആകുമ്പോഴത്തേനും നമുക്കൊരു 8000 ആ റേഞ്ച് ആയിരിക്കും, 8500 റേഞ്ച് ആയിരിക്കും കിലോമീറ്റർ വരുന്നത് സെക്കൻഡ് സർവീസിന്. ഓരോ 7500 കിലോമീറ്റർ കൂടുമ്പോൾ നമുക്ക് സർവീസിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. നമുക്ക് ടയർ വരാൻ നേരത്ത് നമുക്കൊരു 4000 അറൗണ്ട് ബാക്ക് ടയർ വരും, ഫ്രണ്ട് 3000 അറൗണ്ട് വരും. MRFൻ്റെ ടയേഴ്സ് റിവിസഡ് C1 മോഡലാണെങ്കിൽ ആ റേഞ്ച് വരും. അത് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫുള്ളി LED ഇൻഡിക്കേറ്റേഴ്സ് ആയിരിക്കും നമുക്ക് വരുന്നത്, എല്ലാം വരുന്നത് പ്രീമിയം പ്രോഡക്റ്റ്. ഇല്ല, നമുക്കിപ്പോൾ എല്ലാം ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ട് നോൺ ABS മോഡൽ മാത്രമേ വന്നിട്ടുള്ളൂ. നമുക്ക് 390 സീരീസിന് മാത്രമേ സ്റ്റാൻഡേർഡ് ആയിട്ട് ABS വരുന്നുള്ളൂ. ഫിനാൻസ് ആകുമ്പോഴത്തേനും നമുക്ക് ഇപ്പോൾ ഓണത്തിൻ്റെ ഒരു ഇതൊക്കെ ആയതുകൊണ്ട് നമുക്ക് മൺസൂൺ ഓഫർ പോലെ വരുന്നുണ്ട്. ഏകദേശം ഒരു 25,000 to 30,000 എടുക്കുക, ഡൗൺ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഇറക്കാം 200 സീരീസ്. നമുക്ക് ഈ വണ്ടിയുടെ മെയിൻ്റെനൻസും കാര്യങ്ങളും നോക്കാനാൽ തന്നെ ഫസ്റ്റ് വരേണ്ടത് വണ്ടിയുടെ എഞ്ചിൻ ഓയിലും കാര്യങ്ങളിലേക്കാണ്. മോട്ടോളിൻ്റെ 2050 ഫുള്ളി സിന്തറ്റിക് ഓയിലായിരിക്കും വണ്ടിക്ക് നല്ലത്. അതാകുമ്പോൾ 5000 കിലോമീറ്റർ വരെ നമുക്ക് ലൈഫ് കിട്ടും. ഇപ്പം എഞ്ചിൻ ഓയിൽ മോട്ടോളിൻ്റെ ആയതുകൊണ്ട് തന്നെ കുറച്ച് ലാസ്റ്റ് ചെയ്തോളൂ. ഇപ്പോൾ ഓയിൽ ഫിൽറ്ററിൻ്റെ കേസ് പറയാമെന്ന് വെച്ചാൽ 8000 കിലോമീറ്റർ ഇടവിട്ട് മാറിയാൽ മതി. ഇപ്പോൾ ഓയിൽ കഴിഞ്ഞാൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വണ്ടിയുടെ ടയറിൻ്റെയും അതുപോലെ തന്നെ ചെയിൻ്റെയും കാര്യമാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് ചെയിൻ്റെയും സോക്കറ്റിൻ്റെയും ലൈഫും അതുപോലെ തന്നെ പ്രൈസും നമുക്ക് നോക്കാം. ഇപ്പം ബ്രഷൊക്കെ വെച്ച് ക്ലീൻ ചെയ്ത് അതുപോലെ തന്നെ ലൂബ് ചെയ്ത് വെൽ മെയിൻറ്റൈനായിട്ട് കൊണ്ട് നടക്കുന്നവരാണെങ്കിൽ ഒരു 20,000 കിലോമീറ്റർ വരെ നമുക്ക് ലൈഫ് കിട്ടും. ഇപ്പം ചെയിൻ്റെ സോക്കറ്റിൻ്റെ റേറ്റ് പറയാനാണെങ്കിൽ ഒരു 1500 അടുത്ത് വരുന്നുണ്ട്. ഇപ്പം ടയറിൻ്റെ കാര്യം പറയാനാണെങ്കിൽ കുറച്ച് റഷായിട്ട് ഓടിക്കുന്നവരാണെങ്കിൽ റിയർ വീല് നമുക്ക് ഒരു 10,000 തൊട്ട് 12,000 കിലോമീറ്ററിൻ്റെ ഒരു ഇടയ്ക്ക് നമുക്ക് കിട്ടും. ഫ്രണ്ട് ടയറാണെങ്കിൽ നമുക്കൊരു 16,000 കിട്ടും. ഇപ്പം നിങ്ങൾ വണ്ടി ഒരു നൈസായിട്ടൊരു ഇക്കണോമിയിൽ ഓടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ബാക്ക് വീല് നിങ്ങൾക്ക് ഒരു 16,000 കിലോമീറ്റർ വരെ കിട്ടും. അതുപോലെ തന്നെ ഫ്രണ്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു 20,000 കിലോമീറ്റർ വരെ കിട്ടും. ഇപ്പം ചിലർ പറയും KTM ഭയങ്കര ഹ്യൂജ് കോസ്റ്റ്ലി സർവീസിങ് ആണ്, അല്ലെങ്കിൽ ഭയങ്കര മെയിൻ്റെനൻസ് ആണെന്നൊക്കെ പറയും. ഞാനിപ്പം നേരത്തെ പറഞ്ഞ പോലുള്ള മെയിൻ്റെനൻസൊക്കെ വരുന്നുള്ളൂ. ഇപ്പോൾ സർവീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫസ്റ്റ് സർവീസ് വരുമ്പോൾ 1300 അടുത്തേ വരുന്നുള്ളൂ. ഇപ്പം ഡ്യൂക്ക് 200ൻ്റെ സ്പെയർ പാർട്സും അതുപോലെ തന്നെ റേറ്റും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, താഴെ ഈ വീഡിയോയുടെ. നിങ്ങൾക്കത് ചെക്ക് ചെയ്താൽ കാണാൻ സാധിക്കും. ഇപ്പം ബാക്കിലത്തെ മോണോ സസ്പെൻഷൻ്റെ റേറ്റ് വരുമ്പം 4500 അടുത്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഈ വണ്ടിക്ക് എടുത്ത് പറയേണ്ട പോരായ്മകളൊന്നും ഇല്ലെങ്കിലും എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയാം. വണ്ടിക്ക് ABS വരാത്ത വലിയൊരു പോരായ്മ തന്നെയാണ്. കാരണം വണ്ടിക്ക് ഇത്രയും ലൈറ്റ് വെയിറ്റും അതുപോലെ തന്നെ പവറും പ്രൊഡ്യൂസ് ചെയ്യുമ്പം ABS നിർബന്ധമായിട്ട് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ പറയേണ്ടത് എൻജിൻ ഹീറ്റിംഗ് ആണ്. അത് വലിയ സീനായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത്രയും പവർ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എൻജിൻ ഹീറ്റിംഗ് വരാൻ ചാൻസ് ഉണ്ട്. 2017 അപ്ഡേഷനിലും വണ്ടിയുടെ ഹെഡ്ലൈറ്റിന് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. മറ്റുള്ള വണ്ടികൾക്ക് LED വരുമ്പം ഇപ്പം ഡ്യൂക്കിന് സാധാരണ പോലെ ഇപ്പം ഹാലജൻ ലൈറ്റാണ് വണ്ടിക്ക് വരുന്നത്. അതും എനിക്ക് എടുത്തു വരേണ്ടതൊക്കെ രീതിയിലുള്ള പോരായ്മയായിട്ട് തോന്നിയിട്ടില്ല. കാരണം അത്യാവശ്യം ബ്രൈറ്റ്നെസ് ഒക്കെ ഉള്ളൊരു ലൈറ്റാണ്. ഇന്നത്തെ എൻ്റെ ഈ ഡ്യൂക്ക് 200ൻ്റെ ഫുൾ റിവ്യൂടെ നിർത്തുകയാണ്. ഇനിയും കൂടുതൽ വീഡിയോ കാണാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.